പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ ഇ ഡി പരിശോധന. അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പാർത്ഥ ചാറ്റർജിയുടെ വസതിയിലാണ് പരിശോധന നടക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ ചെയ്യുന്നു. അരവിന്ദ്, തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഇ ഡി പരിശോധന വീണ്ടും ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ മമത ഫൈറ്റിന് കൂടുതൽ ആഴം കൂടുന്നു എന്നാണോ വ്യക്തമാകേണ്ടത്? ഈ കേസ് നേരത്തെ സുപ്രീം കോടതി വരെ പരിഗണിച്ചിരിക്കുന്ന കേസ് കൂടിയാണ്. സുഹൈൽ, അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് പാർത്ഥ ചാറ്റർജിയുടെ വസതിയിൽ ഇ ഡി പരിശോധന നടത്തുന്നത്. നേരത്തെ പാർത്ഥ ചാറ്റർജിയെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് നിലവിൽ അദ്ദേഹം ജാമ്യത്തിൽ വരികയും ചെയ്തു. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമൻസുകൾ ഇ ഡി നൽകിയിരുന്നു. പക്ഷേ ഇതെല്ലാം അവഗണിക്കുകയായിരുന്നു പാർത്ഥ ചാറ്റർജി ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുകയും ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമാണ്. ഇ ഡി കൂടി സംസ്ഥാനത്ത് ഇത്തരം പരിശോധനകൾ നടത്തുന്നതിനെ വ്യാപക രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിമർശനം ഉണ്ടാവുന്നത്. കാരണം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപണമുള്ളത്. നേരത്തെ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കം സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ ഡി എത്തിയിരിക്കുന്നത്. എന്തായാലും വ്യാപക വിമർശനം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. സുഹേൽ, അരവിന്ദ്, നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മമതയും തൃണമൂൽ സർക്കാരും. ഇപ്പോൾ ഇ ഡി കൂടി തെരഞ്ഞെടുപ്പ് പടിവാതിലേക്ക് എത്തുമ്പോൾ സമാനമായി കേന്ദ്രം വരിഞ്ഞു മുറുക്കാൻ സർക്കാർ ശ്രമിക്കുന്ന ആരോപണം കടുപ്പിക്കാനാണോ മമതയുടെ തീരുമാനം? എന്താണ് ഈ വിഷയത്തിൽ TMCയുടെ പ്രതികരണം വന്നിരിക്കുന്നത്? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് തുടരെ നേരത്തെയും പല തൃണമൂൽ നേതാക്കളുടെ വീട്ടുകളിൽ പരിശോധന നടത്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. സുഹീലിന്റെ ഔദ്യോഗിക പ്രതികരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കാരണം നിലവിൽ സസ്പെൻഷനിലാണ് പാർത്ഥ ചാറ്റർജി ഉള്ളത്. മുൻ ബംഗാൾ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് തന്നെ വലിയ പ്രതിരോധത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് അടക്കം പോയതാണ്. കാരണം വസതിയിൽ നടത്തിയ പരിശോധനയിൽ വലിയ തോതിലാണ് പണം കണ്ടെത്തിയത്. പിന്നീട് പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ സംസ്ഥാനത്ത് ഇത്തരം തെരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ എത്തുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു. 2016 എടുത്ത കേസാണ്. ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. നേരത്തെ CBI അന്വേഷണമൊക്കെ സുപ്രീം കോടതി റദ്ദ് ചെയ്ത കേസ് കൂടിയാണ്. ഇപ്പോൾ ഇ ഡി കൂടി വീണ്ടും സജീവമാകുന്നു ഇതേ കേസിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.